ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചെറിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. നമ്മൾ അബുദാബിയുള്ള ഒരു ബീച്ച് പോയിൻ്റ് ഒരു ചെറിയൊരു വ്ളോഗാണ്. സാധാരണ ഇപ്പോൾ മഴയും അതുപോലെ തന്നെ തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചൂടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ശരിക്കും ഒരു ബീച്ച് പോകാനുള്ള ഒരു ടൈം. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ അബുദാബിയിലുള്ള ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട്, അവിടെയാണ് പോവാറുണ്ടായിരുന്നത്. മുന്നേ 2 തവണ പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവിടെ പോയപ്പോൾ അവിടെ എന്തോ മെയിൻ്റനൻസ് വർക്ക് അങ്ങനെ എന്തോ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഹുദരിയത്ത് ബീച്ചിലോട്ടാണ് പോയത്. ഹുദരിയത്ത് ബീച്ച് നല്ല അടിപൊളി ബീച്ചാട്ടോ. നമ്മൾ മുൻപേ ബീച്ചിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു. അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് വരുന്നവർക്കും ലേഡീസ് മാത്രമായിട്ട് വരുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള കാറ്റഗറി, അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറീസും അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്തവണ പോയിട്ടുണ്ടായിരുന്നത് ഹുദരിയത്ത് ബീച്ചിലിറക്കിയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ഹുദരിയത്ത് ബീച്ചിലെ ഒരു വ്ളോഗായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അങ്ങനെ ഞങ്ങളൊരു 4 മണിക്കാട്ടോ ഹുദരിയത്ത് ബീച്ചിലെത്തിയത്. ഇതൊരു സൺസെറ്റിൻ്റെ സമയത്തിന് മുൻപേ നമ്മൾ ബീച്ചിൽ നിന്ന് കയറാൻ പറയും. അപ്പോൾ നമ്മൾ 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ ഇറങ്ങി, എന്നാലല്ലേ സമയം ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ട്. അപ്പോൾ നട്ടാർപ്പൊരു വെയിലത്തായിരുന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്കും ചൂടായിരുന്നു ആ സമയത്ത് തന്നെ. പിന്നെ ഇപ്പോൾ ചൂടത്തൊന്നും അങ്ങനെ ഇറങ്ങാതെ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും വന്നതല്ലേ എന്ന് കരുതിയിട്ട് ബീച്ചിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ അങ്ങ് റഷൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊന്നും ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരുവിധം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അപ്പോൾ വൈകിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മണലൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ഔട്ട്ഡോറായിട്ട് നമ്മളങ്ങനെ ഈ ബീച്ചിലൊന്നും പോയി കളിക്കാറൊന്നുമില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മണലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ കയറാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷീറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ വിരിച്ച് പിന്നെ ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെയാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ഉള്ളിൽ തന്നെ ബീച്ചിലിറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് തന്നെ മാറ്റാൻ ചെയ്തത്. പിന്നെ ഡ്രസ്സ് മാറ്റാനായിട്ട് കിഡ്സിന്, ജെൻസിന്, ലേഡീസിനൊക്കെ സെപ്പറേറ്റ് റൂമുകളുണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് പിന്നെ ഡ്രസ്സ് മാറ്റാനൊന്നും വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പ്രധാനമായിട്ട് ഈ ബീച്ചിലൊക്കെ പോയി കുളിക്കുമ്പോൾ അതാണ് മെയിൻ പ്രശ്നം. ഡ്രസ്സൊക്കെ മാറ്റാൻ സ്ഥലം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഭയങ്കര ചൂടാകൊണ്ട് പിന്നെ നമ്മൾ ഈ കണ്ണടയൊക്കെ വെച്ചിട്ടായിരുന്നു. എൻ്റെ ഈ കണ്ണട സത്യത്തിൽ അതിനായിട്ടാണ് എനിക്ക് ഗിഫ്റ്റ് തന്നു കേട്ടോ. ഏത് സമയത്തായിരുന്നു ഗിഫ്റ്റ്? 1 വർഷം മുന്നേ എങ്ങാണ്ടോ വെഡ്ഡിങ് ആനിവേഴ്സറിക്കോ അങ്ങനെ ബർത്ത്ഡേക്കോ അങ്ങനെ എന്തോ ഒരു തവണ ഗിഫ്റ്റ് തന്നു കേട്ടോ. സത്യത്തിൽ അത് ആദ്യം എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഒട്ടും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഫ്രെയിമും പിന്നെ ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ട്. പക്ഷേ അടിപൊളിയായിരുന്നു അത്. നമുക്ക് ഇതുപോലത്തെ വെയിലുള്ള സമയത്ത് വെച്ച അടിപൊളി നല്ല പ്രൊട്ടക്ഷനാണ്. പിന്നെ കാണാനും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് സംഭവം എന്തായാലും ഈ ഗ്ലാസ് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ വൈകിക്ക് അവിടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. നമ്മളൊരു ബേബി ബിക്കിനിയാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ബീച്ച് ടോയ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബക്കറ്റും പിന്നെ ബോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ബീച്ചിലിറങ്ങാൻ വൈകിക്ക് അങ്ങനെ അങ്ങ് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ എന്തായാലും പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ബീച്ചിലിങ്ങനെ അവൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ മണലിൽ പോയിട്ട് മണലിൽ കളിക്കുന്ന അവൾക്ക് ഇഷ്ടപ്പെട്ടു. കുറേ നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വെള്ളത്തിലിറങ്ങി കളിക്കാൻ വലിയ അങ്ങോട്ട് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ എവിടെയെങ്കിലും പോയാലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീനും വൃത്തിയില്ലായ്മയൊക്കെ ഉള്ളതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ നല്ല അടിപൊളി ക്ലീനായിരുന്നു, നല്ല നീറ്റ് പ്ലേസ് ആയിരുന്നു എല്ലാവരുടെയും. പിന്നെ അവൾ കുറേ നേരം മണലിങ്ങനെ ഓരോ
കുറേ നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും ബീച്ചിൽ വന്നിട്ട്. വൈകു, അയ്യോ വൈകുവിനെ കാണാല്ലേ, കാലെവിടെ പോയി? അയ്യോ അച്ഛാ, അച്ഛന് പണ്ട് വാർക്കപ്പണിയായിരുന്നു അച്ഛാ. നല്ല തേപ്പ്, അച്ഛന് നല്ല തേപ്പറിയാലോ അച്ഛാ. നല്ല തേപ്പിന് വേണ്ടി സമീപിക്കുക അനൂപ്. നല്ല തേക്കാൻ അറിയാലോ ചേട്ടന്. ചേട്ടന്റെ തേപ്പ് സൂപ്പർ. അല്ല വൈകൂസിന്റെ കാലോടെ എങ്ങനെ കിട്ടുക? കാല് പൊക്കി നോക്ക്. അതാ മണിയെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ ഗാർഡ് വന്നിട്ട് ഓരോരുത്തരെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറ്റി വിടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സൺസെറ്റിൻ്റെ ആ സമയത്ത് പിന്നെ ആരെയും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ കയറ്റി വിടുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ ഡ്രസ്സൊക്കെ മാറ്റി കുറേ പേര് അവിടെ തന്നെ പുറത്ത് കരയിലിരുന്നിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഫാമിലി ആയിട്ട് വന്നവർക്ക് കുറേ തിരക്കും ബഹളമൊന്നും ഇല്ലാതെ ഫാമിലി ഏരിയയിൽ വരാം. ഇനി ലേഡീസ് മാത്രമായിട്ട് വരുന്നവർക്ക് ലേഡീസ് സെക്ഷൻ വേറെയുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഈ ബീച്ച്. പിന്നെ ഞങ്ങൾ നേരെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഡ്രസ്സ് മാറ്റാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡ്സിൻ്റെയും ജെൻസിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ സെപ്പറേറ്റ് റൂമുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഷവർ ചെയ്യാൻ പറ്റും. ഷവർ ചെയ്തിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മളങ്ങനെ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു ബീച്ച് വ്ളോഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സൊക്കെ അബുദാബി ഉള്ളവർക്ക് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.